സർവചൈതന്യരൂപാം ദാമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ധരാധരശ്യാമളാംഗം ക്ഷുരികാചാപധാരിണം കിരാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ശ്രീ മഹാപുരാണം 4-ാം ദിവസമായിട്ടുള്ള ഇന്ന് പാർവതി ഖണ്ഡം, അതാണ് നമ്മൾ പ്രധാനമായിട്ട് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർവതീ ദേവിയുടെ ജനനം, ഹിമവാന്റെയും മേനാദേവിയുടെയും പുത്രിയായി ആ ജഗദംബിക അവതരിച്ചു. ആ ഹിമവാൻ തൻ്റെ പുത്രിക്ക് ആ പാരമ്പര്യ സമ്പ്രദായം അനുസരിച്ച് നാമകരണം ചെയ്തു, കാളി എന്ന് നാമകരണം ചെയ്തു. തുടർന്ന് ആ പാർവതീ ദേവിയുടെ ബാലലീലകളൊക്കെ വർണ്ണിച്ചു. ഒരിക്കൽ നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിൽ എത്തിയ സമയത്ത് ഹിമവാൻ നാരദനെ സ്വീകരിച്ച് ഉപചാരങ്ങളെല്ലാം ചെയ്ത് തൻ്റെ പുത്രിയുടെ പാർവതിയുടെ ഭാവി അറിയണം, തൻ്റെ മകൾക്ക് ആരാണ് അനുയോജ്യനായിട്ടുള്ള ഒരു വരൻ, ആരെയാണ് പാർവതിക്ക് ഭർത്താവായിട്ട് ലഭിക്കുക എന്നൊക്കെയുള്ള ഹിമവാന്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീ നാരദ മഹർഷി പാർവതിയുടെ കരരേഖയെ പരിശോധിച്ചുകൊണ്ട് ഹസ്തരേഖ, അതിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, അതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ പറഞ്ഞു. ഒപ്പം തന്നെ പരോക്ഷമായിട്ട് ആ പാർവതിയെ പാണിഗ്രഹണം ചെയ്യാൻ പോകുന്നത് ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്നും പറഞ്ഞു വെച്ചു. അപ്പോൾ മറ്റെല്ലാ രേഖകളും അനുകൂലമാണെങ്കിലും ഒരു രേഖ പ്രതികൂലമാണ് എന്നും, ആ പ്രതികൂലമായ രേഖ എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ എന്ന് ഒക്കെ നാരദൻ പറഞ്ഞപ്പോഴാണ് ഹിമവാനും മേനകയ്ക്കും വലിയ സങ്കടമായി. അപ്പോൾ ഈ പാർവതിക്ക് ഒരു നല്ല വിവാഹം നടക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? നാരദ മഹർഷി ഒരു നിർദ്ദേശം വെച്ചു, ശിവഭജനം ചെയ്യട്ടെ. അങ്ങനെ അവിടുന്ന് ആ നിർദ്ദേശമൊക്കെ കൊടുത്തു. നാരദൻ മടങ്ങിപ്പോയി. അധികം താമസിയാതെ ഈ ഹിമവാന്റെ കൊട്ടാരത്തിന് സമീപത്തായിട്ട് ഓഷധിപ്രസ്ഥം എന്ന ഒരു പുണ്യ സ്ഥാനത്ത് ഭഗവാൻ കൈലാസനാഥനായിട്ടുള്ള ശ്രീ പരമേശ്വരൻ ഭൂതഗണങ്ങളോടുകൂടി അവിടെ തപസ്സിനായിട്ട് എത്തിച്ചേരുകയും അങ്ങനെ അവിടെ വന്ന് ഒരു ഉചിതമായ സ്ഥലം തിരഞ്ഞെടുത്ത് ആ തപസ് ആരംഭിക്കുകയാണ്. അപ്പോഴാണ് ഹിമവാൻ ചെന്ന് പാർവതിയോടുകൂടി തന്നെ ചെന്ന് ഭഗവാനെ കാണുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അവിടെ ഹിമവാനോട് ആ ശ്രീപരമേശ്വരൻ ആവശ്യപ്പെട്ട ഒരു സംഗതി, എനിക്കിവിടെ ഈ ഓഷധിപ്രസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യാനും എൻ്റെ തപസ്സിന് യാതൊരു തരത്തിലുള്ള വിഘ്നവും ഉണ്ടാവാതിരിക്കാനും അങ്ങ് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്നിങ്ങനെ ആ ഭഗവാന്റെ ഒരു വാക്കുകേട്ട ഹിമവാൻ തൻ്റെ സേവകന്മാർക്കൊക്കെ നിർദ്ദേശം കൊടുത്തു. ആരും ഇനി എൻ്റെ അനുമതിയില്ലാതെ ഈ ഓഷധി പ്രസവത്തിൽ പ്രവേശിക്കരുത്. അങ്ങനെ ഭഗവാന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. എന്നിട്ടാണ് ഹിമവാൻ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങയെ ദർശിക്കുവാനും എൻ്റെ പുത്രിയായിട്ടുള്ള പാർവതിക്ക് എന്നും ഇവിടെ വന്ന് അങ്ങയെ സേവിക്കുവാനുമുള്ള അനുമതി തരണം. ആദ്യമൊന്നും അതിനെ അംഗീകരിച്ചില്ല ഭഗവാൻ. കാരണം യോഗമാർഗത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരു താപസനായിട്ടുള്ള എനിക്ക് ഒരു സ്ത്രീ സാന്നിധ്യം നിഷിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവിടെ വെച്ച് പാർവതി ദേവി ആ ഭഗവാനോട് അതേക്കുറിച്ച് യുക്തിയുക്തം സംവദിക്കുകയും, അങ്ങനെയാണ് സാഖ്യ മതമനുസരിച്ചിട്ടുള്ള ഒരു
തർക്കമാണ്, ഒരു സംവാദമാണ് പിന്നെ നമ്മൾ കാണുക. അപ്പോൾ പാർവതിയുടെ വാക്കുകളെ കേട്ടിട്ട് ഭഗവാൻ അനുവദിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ആദ്യം നിരസിച്ചത്? അതിന് കാരണം പറഞ്ഞു. പാർവതിയിൽ നിന്നും ആ സാഖ്യ യോഗത്തെ അനുസരിച്ചിട്ടുള്ള ആ ഒരു മറുപടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അനുമതി കൊടുത്തു. എല്ലാ ദിവസവും പാർവതി ദേവി ആ സഖിമാരോടുകൂടി ഓഷധി പ്രസവത്തിൽ വരാൻ തുടങ്ങി. അവിടെ വന്ന് കുറച്ച് സമയം അവിടെ ഇരിക്കും. കൊണ്ടുവരുന്ന പൂക്കളൊക്കെ അവിടെ സമർപ്പിക്കും. ഭഗവാൻ തപസ് ചെയ്യുന്ന ആ ഇടം, ആ പരിസരമൊക്കെ ശുദ്ധമാക്കി വെക്കും. കുറച്ച് കഴിഞ്ഞാൽ മടങ്ങിപ്പോകും. ഇതിങ്ങനെ ഒരു പാർവതീദേവിയുടെ ദിനചര്യയായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ദേവന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് ഇനി ഞങ്ങളുടെ ആവശ്യം, എന്തിനു വേണ്ടിയിട്ടാണ് ദേവന്മാർ ജഗദംബികയെ സ്തുതിച്ചത്? അത് നമ്മൾ മുൻപ് കേട്ടു. താരകൻ എന്ന അസുരന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് മുൻപ് പറഞ്ഞു. ആ താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് നേടിയ ഒരു വ്യത്യസ്തമായ ഒരു വരമുണ്ട്. തനിക്ക് ബ്രഹ്മസൃഷ്ടിയിൽപ്പെട്ടതായ, ബ്രഹ്മാവ് സൃഷ്ടിച്ചതായ യാതൊന്നിൽ നിന്നും മരണഭയം ഉണ്ടാവരുത്. പിന്നെ എങ്ങനെയാണ് തന്നെ മരണം ബാധിക്കാൻ പാടുള്ളൂ? ആരാണോ ദേവസേനാപതിയായിട്ട് ശിവാംശമായിട്ട് വരുന്ന ആ ശിവപുത്രൻ എപ്പോഴാണോ ദേവസേനാപതിയായി ദേവന്മാരുടെ സൈന്യത്തിൻ്റെ നായകനായിട്ട് വരിക, ആ ദേവസേനാപതിക്ക് മാത്രമേ എന്നെ വധിക്കാൻ കഴിയൂ. വേറെ ആർക്കും എന്നെ നിഗ്രഹിക്കാൻ കഴിയരുത്. അപ്പോൾ ആ ഒരു വരം ചോദിക്കാൻ കാരണമുണ്ട്. ശിവപത്നിയായിട്ടുള്ള സതീദേവി ദേഹത്യാഗം ചെയ്തു. അതുകൊണ്ട് തന്നെ തനിക്ക് മരണം ബാധിക്കില്ല എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി അങ്ങനെയുള്ള വരം നേടിയ താരകാസുരൻ 3 ലോകത്തെയും കീഴടക്കി ഭരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ താരകാസുരന്റെ ആ ഒരു പ്രഭാവം കൊണ്ട് സങ്കടത്തിലായിത്തീർന്ന ദേവന്മാർ ആലോചിച്ചു, എങ്ങനെയാണ് താരകാസുരനെ നിഗ്രഹിക്കാൻ കഴിയുക? അതിനുള്ള ഒരു പോംവഴി എന്താണ്? ആ ശ്രീപരമേശ്വരൻ ഒരു പത്നിയെ സ്വീകരിക്കണം, ഭഗവാൻ പാണിഗ്രഹണം ചെയ്യണം. അതിനാരാണ് ശിവപത്നിയായിട്ട് വരിക? സാക്ഷാൽ ജഗദംബിക തന്നെ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ദേവന്മാർ ദേവിയെ സ്തുതിക്കുകയും അവിടെ ദേവി ദർശനം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ഹിമവാന്റെ പുത്രിയായിട്ട് വന്ന് അവതരിക്കാം. അങ്ങനെയാണ് പാർവതീ ദേവിയുടെ അവതാരത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞത്. ഇനിയും ഈ ദേവന്മാരുടെ ആവശ്യം ഇപ്പോഴും നിറവേറ്റപ്പെട്ടിട്ടില്ല. ഇനി ഈ പാർവതീ ദേവിയെ ആ ശ്രീപരമേശ്വരൻ പാണിഗ്രഹണം ചെയ്യണം. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തീർക്കണം. അതിനായിട്ടാണ് ദേവേന്ദ്രൻ കാമദേവനെ സമീപിക്കുന്നത്. ഇപ്പൊ കാമദേവൻ തൻ്റെ ഗണങ്ങളോടുകൂടി പുറപ്പെട്ടു. കുറച്ചൊരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ്. തൻ്റെ മുന്നിൽ ഏത് ദേവനും, ഏത് മഹാദേവനാണെങ്കിലും പരാജയപ്പെടും. കാമന് ആരെയും സ്വാധീനിക്കാൻ കഴിയും. നമ്മൾ സതീഖണ്ഡത്തിൽ കേട്ടതാണ് സന്ധ്യാചരിത്രം. ബ്രഹ്മാവ് പോലും, സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് പോലും, അല്ലെങ്കിൽ കാമന്റെ കൂടി പിതാവായിട്ടുള്ള ബ്രഹ്മാവ് പോലും ഈ കാമന്റെ സ്വാധീനത്തിൽ അല്പമൊന്ന് എന്തായി, അദ്ദേഹത്തിൻ്റെ മനസ്സ് ചലിച്ചു എന്ന് കേട്ടതാണ്. തൻ്റെ പുത്രിയായിട്ടുള്ള സന്ധ്യയെ കണ്ട സമയത്ത് ബ്രഹ്മാവിന് പോലും മോഹം ജനിച്ചു. അപ്പൊ കാമപ്രഭാവം എത്രത്തോളം ഉണ്ട്? ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പോന്ന സകല ജീവജാലങ്ങളെയും അത് ബാധിക്കും. അത് ദേവനെന്നോ മനുഷ്യനെന്നോ അസുരനെന്നോ ഭേദമില്ല. ഇവിടെ ഈ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് കാമദേവൻ ഭഗവാൻ തപസ് ചെയ്യുന്ന ഓഷധി പ്രസ്ഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. തൻ്റെ പ്രയോഗം ആരംഭിച്ചു. അവിടെ ആ പരിസരം മുഴുവനും ധാരാളം വൃക്ഷലതാദികളൊക്കെ പുതിയ തളിരിലകളോട് കൂട്ടിയിട്ട് അങ്ങനെ ശോഭിക്കാൻ തുടങ്ങി. ചെടികളിലൊക്കെ ധാരാളം പുഷ്പങ്ങൾ, പുതിയ പുതിയ പൂക്കൾ വിരിഞ്ഞു വരാൻ തുടങ്ങി. ഈ പൂക്കളിലെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകൾ വരുന്നു. ചുറ്റുമുള്ള ജലാശയങ്ങളിലൊക്കെ നല്ല ശുദ്ധജലം, അതിൽ വിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള താമരപ്പൂക്കൾ,
ആ ജലത്തിലേക്ക് വീഴുന്നതായ പൂമ്പൊടി, ഇങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലും കാമത്തെ ഉദ്ദീപിപ്പിക്കാൻ പോകുന്ന അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ആദ്യം തന്നെ കാമദേവൻ ചെയ്തത്. അപ്പോൾ പതിവ് പോലെ പാർവതീ ദേവി അവിടേക്ക് വന്നു, ഭഗവാന്റെ മുന്നിൽ ഇരുന്നു. അപ്പോൾ എന്നും പാർവതി വരാറുണ്ട്, കുറേ സമയം അവിടെ ഇരിക്കും, ധ്യാനമൊക്കെ ചെയ്യും, അല്പം കഴിഞ്ഞാൽ മടങ്ങിപ്പോകും. പക്ഷേ പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട് ഈ പാർവതീദേവി വന്ന് മുന്നിലിരുന്നപ്പോൾ ധ്യാനത്തിൽ നിന്ന് ഉണരുന്നതായ ഭഗവാൻ തൻ്റെ മുന്നിലിരിക്കുന്ന ആ ഹിമവാന്റെ പുത്രിയായ പാർവതിയെ അന്ന് ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു എന്നാണ്. എന്താണ് പാർവതിയുടെ ആ സൗന്ദര്യം? അപ്പോൾ മനസ്സുകൊണ്ട് ആ പാർവതീദേവിയുടെ സൗന്ദര്യത്തെ ചിന്തിക്കാൻ തുടങ്ങി, ഭാവന ചെയ്യാൻ തുടങ്ങി എന്നാണ്. കിം മുഖം കിം ശശാങ്കശ കിം നേത്രേച്ച ഉൽപ്പലേച്ച കിം ഭൃഗുട്യൗ ധനുഷീ ചെയ്തേ കന്ദർപ്പസ്യ മഹാത്മന അധര കിം ച ബിംബം കിം കിം നാസാ ശുഗചഞ്ചുക കിം സ്വര കോകിലാലാപ കിം മധ്യം ചാധവേദിക. കേശാദിപാദം എന്ന് പറയുന്നത് പോലെ പാർവതീദേവിയുടെ കണ്ണുകൾ, ചുണ്ട്, ആ നാസിക, ആ പാർവതിയുടെ ശബ്ദത്തിൻ്റെ മാധുര്യം, ഇതൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, അല്ലാതെ പറയുന്നില്ല. പക്ഷെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ അതും നമ്മൾ മുൻപ് കേട്ടതാണ്, അതും മനഃകൃതമായ പാപമാണ്. നമ്മൾ മനസ്സുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ ചെയ്താലും അത് മാനസിക പാപത്തിന്റെ ഗണത്തിൽപ്പെടും. വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് വാചികമായ പാപമായിട്ട് മാറും, ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ അത് കായികമായിട്ടുള്ള പാപമായിട്ട് മാറും. ഒരു താപസനെ സംബന്ധിച്ചിടത്തോളം, ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ സൗന്ദര്യം മനസ്സുകൊണ്ട് വർണ്ണിക്കുക എന്ന് പറഞ്ഞാലും നിഷിദ്ധമാണ്. തപോവൃത്തിക്ക് ചേരുന്ന ഒന്നല്ല, അത് പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ കുറച്ച് സമയം അങ്ങനെ പാർവതീ ദേവിയുടെ സൗന്ദര്യത്തെ ചിന്തിക്കുന്ന ആ ഒരു ഭഗവാൻ അല്പം കഴിഞ്ഞപ്പോഴാണ് ക്ഷണമാത്രം വിചാര്യേദ്ധം സംഭൂജ്യ ഗിരിജാം തഥാ പ്രബുദ്ധ സമഹായോഗി സുവിരക്തോ ജഗാവിധി. അല്പസമയേ വേണ്ടി വന്നുള്ളൂ. കാരണം ഭഗവാൻ യോഗേശ്വരനാണ്. ഭഗവാൻ അല്പസമയത്തേക്ക് മനസ്സ് ചലിച്ചാലും വീണ്ടും അതിനെ ആ മനസ്ഥിരത നേടാൻ, മനസ്ഥൈര്യം നേടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പം ഒന്ന് ആലോചിച്ചു, എന്താ ഇങ്ങനെ വരാൻ കാരണം? തൻ്റെ മുന്നിലിരിക്കുന്ന പാർവതിയെ, എന്നും ഇവിടെ വരാറുള്ളതാണ് പാർവതി, എന്നിട്ടും അപ്പോഴൊന്നും തോന്നാത്ത ഒരു വിചാരം എന്തുകൊണ്ട് ഇന്നുണ്ടായി? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്നാണ്. കിം ജാതം ചരിതം ചിത്രം കിമഹം മോഹമാഗത. എൻ്റെ ഉള്ളിൽ ഈ മോഹം വളരാൻ കാരണം എന്താണ്? അപ്പോഴാണ് ചുറ്റും കണ്ണോടിച്ചത് എന്ന്. ചുറ്റും നോക്കിയപ്പോഴാണ് ദൂരെ നിന്ന് ആ കാമദേവൻ വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തൻ്റെ നേരെ പുഷ്പശരങ്ങളെ അയക്കാൻ, വീണ്ടും വീണ്ടും പുഷ്പബാണങ്ങളെ അയക്കാൻ തുടങ്ങുന്ന കാമനെ കണ്ടു. അതങ്ങോട്ട് കണ്ടതോടുകൂടി ഭഗവാന്റെ കോപം. കിമു വിഘ്നാസമുൽപ്പന്ന കുർവത സ്തവ ഉത്തമം. എൻ്റെ തപസ്സിന് വിഘ്നം വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ കാമൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇനി ഈ കാമനെ വെച്ചുകൊണ്ടിരിക്കരുത്. വാമഭാഗേ സ്ഥിതം കാമം ദദർശ ആകൃഷ്ടബാണകം. ഭഗവാൻ ഇത് ചിന്തിച്ചതും കാമനെ കണ്ടതും പെട്ടെന്ന് ആ കോപം, തൃതീയാത്തസ്യ നേത്രാദ്വൈ നിസ്സസാര തതോ മഹാൻ ലലാടമധ്യകാത്തസ്മാൽ സവന്നി ദ്രുതസംഭവ. ഭഗവാന്റെ നെറ്റിത്തടത്തിൽ, മൂന്നാം തൃക്കണ്ണ് എന്ന് നമ്മൾ പറയും, ആ നെറ്റിത്തടത്തിലെ കണ്ണങ്ങോട്ട് തുറന്നു. അതിൽ നിന്നും ഒരു അഗ്നി അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ്. അത് കാമന്റെ നേരെയാണ് ചെല്ലണത്. ഭയപ്പെട്ടു പോയി കാമൻ. ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുകയാണ്. തൻ്റെ നേരെ അതിശക്തമായിട്ട് അങ്ങനെ വന്ന് ഈ അഗ്നി കാമനെ ബാധിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ കാമൻ അവിടെ ഭസ്മമായിട്ട് വീണു എന്നാണ്. ഭഗവാന്റെ നേത്രാഗ്നിയിൽ ഒരുപടി ചാരമായിട്ട് തീരുകയാണ് കാമൻ.
സമീപത്ത് തന്നെ കാമദേവന്റെ പത്നിയായിട്ടുള്ള രതീദേവിയുണ്ട്. രതീദേവിക്ക് വലിയ സങ്കടമായി. കിം കരോമി ക്വ ഗച്ഛാമി കിം കൃതം ദൈവതൈരിഹ ഹാഹാനാഥ സ്മരസ്വാമിൻ പ്രാണപ്രിയ സുഖപ്രദ. ദേവന്മാർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പുറപ്പെട്ട അങ്ങേക്ക് ഈ ഗതി വന്നുവല്ലോ, ഞാനിനി എന്താ ചെയ്യാം, ഞാൻ അനാഥയായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രതിയുടെ വിലാപം. ദേവന്മാര് ഈ ഒരു രംഗം കണ്ട് ഭയപ്പെട്ടിട്ടാണ് വളരെ വേഗം ആ ഭഗവാന്റെ അടുത്തേക്ക്, ശ്രീ പരമേശ്വരന്റെ അടുത്തേക്ക് വന്നു, സ്തുതിക്കാൻ ആരംഭിച്ചു. ആ ഭഗവാന്റെ കോപത്തെ അടക്കാൻ വേണ്ടിയിട്ട് സ്തുതിച്ചു. ദേവന്മാരുടെ ആ സങ്കടം കണ്ട് ആ സ്തുതിയൊക്കെ കേട്ടിട്ട് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും ഇത് സംഭവിച്ചു, ഇനി കുറച്ചു നാള് ഈ കാമൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന്, ശരീരമില്ലാത്തവനായി അനങ്കനായിട്ട് വർത്തിക്കട്ടെ. എൻ്റെ ഗണങ്ങളിൽ ഒരു സ്ഥാനം കാമനുണ്ടാവും, ശരീരം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇന്നു മുതൽ കാമദേവൻ അനങ്കൻ എന്നറിയപ്പെടും. ഈ കാമന് ശരീരം സ്വീകരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. എപ്പോഴാണ്? ആ ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണ പത്നിയായിട്ടുള്ള രുക്മിണി പുത്രനായിട്ട് പ്രദ്യുമ്നൻ എന്ന പേരിൽ കാമന് വീണ്ടും ശരീരം സ്വീകരിക്കാൻ അവസരം ഉണ്ടാവും. അതുവരേക്കും കാമൻ ഇങ്ങനെ ഇരിക്കട്ടെ. മാത്രമല്ല, ഇനി കുറച്ചു നാളേക്ക് എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാവും. ഇത് കാമന്റെ ഉപദ്രവം ആർക്കും ഉണ്ടാവില്ല. കാമം ഉണ്ടായാലല്ലോ ആണല്ലോ ലോകത്തിലെ എല്ലാ കുഴപ്പങ്ങളും. എവിടെ നോക്കിയാലും കാമമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ ആഗ്രഹമാണ് മനുഷ്യനെ പല ആപത്തിലും കൊണ്ടുവന്നെത്തിക്കുന്നത്. അപ്പോൾ ഇനിയൊക്കെ കുറച്ച് നാള് താപസന്മാർക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും ദേവകൾക്കും അസുരന്മാർക്കും ഒക്കെ കുറച്ചൊരു സ്വസ്ഥത ഉണ്ടാവട്ടെ. എന്തായാലും ഇനി കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കും, കാമൻ അനങ്കനായിട്ട് അറിയപ്പെടും എന്നിങ്ങനെ പറയുകയും ദേവന്മാരെ മടക്കി അയക്കുകയും ചെയ്തു. ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. കാമദേവനെ ഭസ്മമാക്കുന്നതായ ആ രംഗം കണ്ട് വളരെ വേദനയോടുകൂടി ആ പാർവതി ദേവി ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും അവിടെ എത്തിച്ചേർന്ന പാർവതിയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ശ്രീനാരദ മഹർഷി ശിവഭജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപദേശം കൊടുക്കുകയാണ്. എപ്പോഴൊരു മന്ത്ര ഉപദേശം നമ്മൾ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം ഉപാസിക്കുവാൻ, തപസ് ചെയ്യാൻ. ഏത് മന്ത്രം ജപിക്കുകയാണെങ്കിലും അത് ഗുരുവിൻ്റെ അനുമതിയോടുകൂടി ഗുരു ഉപദേശം അനുസരിച്ച് വേണം എന്ന ആ ഒരു സമ്പ്രദായത്താൽ ഇവിടെ ശ്രീനാരദൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി പാർവതീ ദേവിക്ക് ആ പഞ്ചാക്ഷര മന്ത്രത്തെ ഉപദേശിച്ചു. ഇവിടെ നാരദൻ പറയുകയാണ്, ശൃണുദേവി മനോരസ്യ പ്രഭാവം പരമാത്ഭുതം യസ്യ ശ്രവണമാത്രേണ ശങ്കര സുപ്രസീദതി മന്ത്രോയം സർവമന്ത്രാണാം അധിരാജശ്ച കാമദ ഭുക്തിമുക്തി പ്രദോത്യന്തം ശങ്കരസ്യ മഹാപ്രിയ. എന്താണ് പഞ്ചാക്ഷരത്തിന്റെ മഹാത്മ്യം? ശിവപുരാണം ഇനി പറയാൻ പോകുന്നുണ്ട്. ഈ പഞ്ചാക്ഷരം അത് മന്ത്രരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം അതേതാണ്? പഞ്ചാക്ഷര മന്ത്രമാണ്. അപ്പോൾ ആ മന്ത്രരാജനായിട്ടുള്ള പഞ്ചാക്ഷരമാണ് നമ്മൾ ഈ 11 ദിവസങ്ങളിൽ എത്രയോ ആവർത്തി ജപിക്കുന്നത്. നിസ്സാരമായ ഒന്നല്ല. കാര്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മന്ത്രം 5 അക്ഷരമുള്ള നമശിവായ എന്നുള്ള നാമം അഥവാ ആ മന്ത്രം അതിന് ഇത്രയൊക്കെ പ്രഭാവം ഉണ്ടോ എന്ന് തോന്നും. പക്ഷേ മന്ത്രങ്ങളിൽ മന്ത്രമാതാവാണ് ഗായത്രി എന്ന് പറയുന്നത് പോലെ 7 കോടി മന്ത്രങ്ങളിൽ മന്ത്രരാജൻ എന്ന പദവി കിട്ടിയിട്ടുള്ളത് ഈ പഞ്ചാക്ഷര മന്ത്രത്തിനാണ്. അങ്ങനെ ആ പഞ്ചാക്ഷര മന്ത്രത്തെ ഉപദേശമായിട്ട് നാരദ മഹർഷി കൊടുക്കുകയും ആ മന്ത്രം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യാനായിട്ട് നിയോഗിക്കുകയാണ്. പാർവതി ശിവഭജനം ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിയോഗിക്കുകയാണ്. നാരദ മഹർഷി അവിടുന്ന് മടങ്ങി. അങ്ങനെയാണ് ആ ശ്രീപാർവതി അച്ഛനോടും അമ്മയോടും അനുമതി നേടിയിട്ട് തപസ്സിനായിട്ട് പുറപ്പെടുകയാണ്. പാർവതീദേവി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ആ ഇടം, ആ പ്രദേശമാണ് പിന്നീട് ഗൗരീ ശിഖരം എന്ന പേരിൽ ഹിമാലയത്തിൽ പ്രസിദ്ധമായിട്ടുള്ളൊരിടമാണ് ഗൗരീ ശിഖരം. അപ്പോൾ തപസ്സിനായിട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ
അമ്മ മേനാദേവി തടഞ്ഞു എന്നാണ്. അമ്മ പറഞ്ഞു പോവരുത്. തപോ നിഷിദ്ധ തപസേ വനം ഗന്ധും ച മേനയ ഹേതുന തേന സോമേതി നാമ പ്രാപ ശിവാതത. ഉമ എന്ന ആ നാമം പാർവതീദേവിക്ക് വരാൻ കാരണം ഈ അമ്മ മേനാദേവി ഈ തപസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിഷേധിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. എന്തിനാണ് നീ വനത്തിൽ പോയിട്ട് ഈ കഠിനമായിട്ടുള്ള വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട്, കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതൊന്നും കൂട്ടാക്കിയില്ല പാർവതി. വേഗം തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഈ തൻ്റെ വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങളൊന്നും ഇനി വേണ്ട, കാരണം തപോവൃത്തിയിൽ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ വൽക്കലം, അതുപോലെ വൽക്കലാനി ധൃതാന്യാശു മൗഞ്ചിംബദ്ധാതു ശോഭനം, ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ഈ തലമുടിയെ ജടയാക്കണം. എന്തുകൊണ്ടാണ് ഈ താപസന്മാർ അങ്ങനെ ഈ തലമുടി എപ്പോഴും ജടയാക്കി ധരിക്കേണ്ടത്? അതിനൊരു കാരണമുണ്ട്. ഈ കേശം വേണ്ടതുപോലെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് രോഗമായിട്ട് മാറും, ഏകാഗ്രത കിട്ടില്ല. അപ്പം നമുക്ക് സാധാരണ നമ്മളുടെ ജീവിതത്തിൽ കേശ സംരക്ഷണം വേണം, ആവശ്യമാണ്. കുളിക്കണം, തല നന്നായിട്ട് കഴുകണം, അത് തോർത്തണം, അത് നല്ലവണ്ണം മുടി ഉണക്കി സൂക്ഷിക്കണം, വൃത്തിയായി സൂക്ഷിക്കണം. പക്ഷെ തപോവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരുവന് അത് സാധ്യമല്ല. കാരണം അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ ആ കേശസംരക്ഷണം എന്നുള്ള ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ മുടിയെ ജടയാക്കുന്നതാണ്. ജടയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വടക്ഷീരം എന്നാണ്. പേരാലിൽ നിന്ന് കിട്ടുന്ന കറയാണ്, അതിനെയാണ് വടക്ഷീരം. അത് ഉപയോഗിച്ചിട്ടാണ് ഈ തലമുടി ഇങ്ങനെ ജടയാക്കി മാറ്റുക. അപ്പൊ പിന്നെ അതിന് വേറെ തരത്തിലുള്ള ദോഷങ്ങളൊന്നും ബാധിക്കില്ല. അപ്പൊ അങ്ങനെ ജടയാക്കി ധരിച്ചു, വൽക്കലമൊക്കെ ധരിച്ചു. തപോവൃത്തിക്ക് അനുയോജ്യമായ രീതിയിലുള്ള വേഷവിധാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു എന്നാണ്. തപശകാരസാരത്ര ശൃംഗിതീർത്ഥേ മഹോത്തമേ. ശൃംഗിതീർത്ഥം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു തീർത്ഥത്തിന് സമീപത്തായിട്ട് ഗൗരീ ശിഖരം, അവിടെയാണ് പാർവതീദേവി തപസ് ആരംഭിച്ചത്. അവിടെ ഭൂമിയൊക്കെ ശുദ്ധമാക്കി ഒരു മണ്ഡപം തയ്യാറാക്കി, എന്നിട്ടാണ് വളരെയധികം കഠിനമായിട്ടുള്ള തപസ് ആരംഭിച്ചു എന്ന് പറഞ്ഞത്. മഞ്ഞുകാലത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് എന്ത് ചെയ്യും? തണുത്ത ജലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് എന്നാണ്. ജലാശയം, തണുത്തുറയുന്നത് പോലെയുള്ള ജലത്തിൽ ഇറങ്ങി നിന്നിട്ട് തപസ് ചെയ്യും. വേനൽക്കാലമാണെങ്കിൽ ചുറ്റും അഗ്നി ജ്വലിപ്പിച്ച് ആ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യും. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷേ ഭഗവാൻ ദർശനം നൽകുന്നില്ല. നിരാഹാരവ്രതമാണ് അനുഷ്ഠിക്കുക. ആദ്യമൊക്കെ ഈ ശരീരധർമ്മം, ശരീരത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതിനാൽ എന്തെങ്കിലും കായ്കനികളൊക്കെ ഭക്ഷിക്കും. ക്രമേണ ഇലകൾ ഭക്ഷിച്ചാൽ മതിയെന്നായി. ഒടുവിൽ ആ വൃക്ഷങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളെ പോലും, പർണങ്ങളെ പോലും വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പൊ പർണങ്ങളെ പോലും ആഹാരമായി സ്വീകരിക്കേണ്ട എന്ന് നിശ്ചയിച്ചതിനാൽ ദേവന്മാർ ആ പാർവതിയുടെ ആ ഒരു തപസ്സിന്റെ ആ ഒരു തീവ്രതയെ കണ്ടിട്ടാണ് പാർവതിക്ക് മറ്റൊരു പേര് കൽപ്പിച്ചു, അപർണ. പർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയാണ്. അപ്പൊ തന്റെ വിശപ്പടക്കാൻ വേണ്ടി പർണങ്ങളെ പോലും, ഇല പോലും ഭക്ഷിക്കില്ല എന്ന് നിശ്ചയിച്ചതിനാൽ അപർണ എന്ന പേര്. തേന ദേവൈർ അപർണേതി കഥിതാനാമത ശിവ. കഠിനമായിട്ടുള്ള പാർവതീ ദേവിയുടെ ആ തപസ് അങ്ങനെ തുടരുകയാണ്. അപ്പോഴാണ് ആ തപസ്സിന് ഭഗവാനിനി ദർശനം കൊടുത്താൽ മാത്രമേ അത് പൂർത്തിയാവൂ. പാർവതിയുടെ തപസ് പൂർത്തിയാക്കണമെങ്കിൽ, ആ തപസ്സിന്റെ ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ ദർശനം കൊടുക്കണം, പാർവതിയെ പാണിഗ്രഹണം ചെയ്യാം എന്ന് അവിടുന്ന് സമ്മതിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ ഭഗവാൻ ആ വരം കൊടുക്കുന്നില്ല, ദർശനം കൊടുക്കുന്നില്ല. അപ്പൊ ദേവന്മാർക്ക് വീണ്ടും സങ്കടമായി എന്നാണ്. അവരാണ് എല്ലാവരും കൂടിയിട്ട്
ശ്രീപരമേശ്വരന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്, കൈലാസത്തിൽ എത്തിച്ചേരുകയാണ്, സ്തുതിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഭഗവാനെ സ്തുതിച്ചു. സർവജ്ഞത്വം മഹേശാന ത്വന്തര്യാമ്യഖിലേശ്വര കിം ന ജാനാസി ചിത്തസ്ഥം തഥാ വചുമ്യവി ശാസനാൽ താരകാസുരതോ ദുഃഖം സംഭൂതം വിവിധം മൃഡ. ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, അല്ലയോ മഹാദേവ, അങ്ങേക്ക് അറിയാം, അങ്ങ് സർവജ്ഞനാണ്, അങ്ങേക്ക് അറിയാവുന്നതാണ് ദേവന്മാര് താരകാസുരനെ കൊണ്ട് വല്ലാതെ ക്ലേശിക്കുകയാണ്. ദേവന്മാര് മാത്രമല്ല, ലോകം തന്നെ ഇപ്പോൾ താരകാസുരന്റെ കീഴിലാണ്. അപ്പൊ ആ അസുരനെ ഇല്ലാതെയാക്കണമെങ്കിൽ ശിവപുത്രന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് അങ്ങ് ആ തപസ് ചെയ്യുന്ന പാർവതി ദേവിക്ക് ദർശനം നൽകിയാലും അനുഗ്രഹം കൊടുത്താലും ആ ദേവിയെ പാണിഗ്രഹണം ചെയ്താലും അതാണ് ഇവിടെ ദേവന്മാരുടെ പ്രാർത്ഥന. അപ്പൊ അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുകയാണ്, കുസംഗാബഹവോ ലോകേ സ്ത്രീസംഗസ്തത്ര ചാധിക ഉദ്ധരേൽ സകലൈർ ബന്ധൈ ന സ്ത്രീസംഗാൽ പ്രമുച്യതേ ലോഹദാരുമയേ പാശേ ദൃഢം ബദ്ധോ വിമുച്യതേ സ്ത്രീയാദിപാശസു സംബദ്ധോ മുച്യതേ ന കഥാചന. ലോകത്തിൽ പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാവാം. നമ്മളെ ചങ്ങലക്ക് ഇട്ടു എന്ന് വിചാരിക്കുക, ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലക്ക് ഇട്ട് ബന്ധിച്ചാൽ കൂടി ഇന്ന് ആരും അന്ന് നമ്മളെ മോചിപ്പിച്ചില്ല എങ്കിൽ പോലും കാലാന്തരത്തിൽ ചിലപ്പോൾ തനിയെ മോചനം കിട്ടും. എങ്ങനെയാണ്? ഈ ചങ്ങല ദ്രവിച്ചു പോയിട്ട് അത് പൊട്ടിപ്പോയാലും മതി, നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ മറ്റേത് ബന്ധനമാണെങ്കിലും കാലക്രമേണ നമുക്ക് മോചനം നേടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ട്. എന്നാൽ ഈ ഗാർഹസ്ഥ്യം എന്ന ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്ത്രീയും പുരുഷനും കൂടി ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ബന്ധനമാണ്. വിവാഹം പരബന്ധനം, വിവാഹോ ദൃഢബന്ധന. വല്ലാത്ത ഒരു കൂട്ടിക്കെട്ടലാണ് വിവാഹം, ദൃഢമായിട്ടുള്ള ബന്ധനമാണ്. കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാൻ, നമ്മളെ എവിടെയാ കെട്ടിയിട്ടിരിക്കുന്നത്? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും എവിടെയും തൂണിലൊന്നും പിടിച്ചു കെട്ടണമെന്നില്ല. പക്ഷെ അവിടെ പരോക്ഷമായ ഒരു ബന്ധനം ഉണ്ട് എന്ന് തന്നെയാണ് ഭഗവാൻ അഭിപ്രായപ്പെട്ടത്. എന്താണ് ഇപ്പോൾ വിവാഹം കഴിച്ചാൽ ഒരു കുഴപ്പം? അതിപ്പോൾ വിവാഹം കഴിഞ്ഞ് നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം. അതിൻ്റെ രണ്ടു വശങ്ങളും നമുക്കറിയാം. ഇവിടെ പറഞ്ഞു, ഇപ്പം നമുക്ക് വിവാഹത്തിന് മുൻപ് ഒരുവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുവന് ആവശ്യങ്ങൾ കുറവായിരിക്കാം, ആഗ്രഹങ്ങൾ പരിമിതമാണ്, ആവശ്യങ്ങളും അതുപോലെ പരിമിതമാണ്. എന്നാലോ വിവാഹം കഴിയുന്നതോടുകൂടി രണ്ടുപേർക്കും, ഒരാളുടെ കാര്യമല്ല, രണ്ടുപേർക്കും വിഷയാശകള്, വിഷയചിന്തകൾ വർദ്ധിക്കും, വിഷയ ആഗ്രഹങ്ങൾ അതുപോലെ ആശകൾ വർദ്ധിക്കും. അപ്പൊ ഈ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. പല ആഗ്രഹങ്ങളും സാധിക്കില്ല ജീവിതത്തിൽ. എത്ര പ്രയത്നം ചെയ്താലും നമ്മളുടെ എല്ലാ ആഗ്രഹവും ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെ വിഷയാസക്തന്മാരായിട്ട് ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റാതെ, ആഗ്രഹം സഫലമാവാതെ ഒരുപാട് തരത്തിലുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. സുഖമിച്ഛതി ചേൽ പ്രാജ്ഞോ വിധിവൽ വിഷയാംസ്ത്യജേൽ വിഷവൽ വിഷയാനാഹുരു വിഷയേർ എൻ നിഹന്യതേ. വിഷവും വിഷയവും ചെറിയ വ്യത്യാസമേ ഉള്ളൂ രണ്ട് വാക്കുകളും തമ്മിൽ. വിഷം, വിഷയം. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള സുഖങ്ങൾ, ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ, അതിനെ വിഷയങ്ങൾ എന്ന് പറയാം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വിഷത്തേക്കാൾ ഭയാനകവും ആപത്തു നിറഞ്ഞതുമാണ് വിഷയങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ വിഷം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് സൂക്ഷിക്കണം. ചില ഈ മരുന്നുകളൊക്കെ ഉണ്ട്, പുല്ല് കരിഞ്ഞു പോവാൻ, അല്ലെങ്കിൽ കൃഷി ചെയ്യണ സ്ഥലത്ത് ഈ പ്രാണികൾ വരാതിരിക്കാൻ. അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ വിഷമാണ്, അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് സൂക്ഷിക്കണം, കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്, അത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതങ്ങനെ ഒരു പാത്രത്തിൽ വച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല.
അത് കുപ്പിയിൽ ഇരിക്കണുണ്ട് വീട്ടിൽ, ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. പക്ഷെ വിഷയങ്ങൾ അങ്ങനെയല്ല എന്നാണ്. നമ്മൾ കണ്ടാൽ പോലും നമ്മളുടെ ഉള്ളിൽ അത് ചിന്തകൾ ഉണ്ടാക്കുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ മതി, നമുക്ക് അനുഭവിക്കണം എന്നുള്ള ഒരു വിചാരം വരും. മറ്റൊരാള് ഒരു കാര്യം അനുഭവിക്കുന്നു, സുഖം അനുഭവിക്കുന്നു, നമ്മളെക്കാൾ നന്നായി മറ്റൊരാള് നമ്മളുടെ അടുത്ത് ജീവിക്കുന്നു, നമുക്ക് മോഹം ഉണ്ടാവില്ല അതുപോലെ ജീവിക്കാൻ. മറ്റൊരാൾ നമ്മളെക്കാൾ നല്ല വസ്ത്രം ധരിച്ച്, ധാരാളം ആഭരണങ്ങൾ ധരിച്ച്, വലിയ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മോഹം ഉണ്ടാവും. അപ്പൊ അതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. ആ വിഷയം അത് നമ്മൾ കണ്ടതേ ഉള്ളൂ, നമുക്കും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരാള് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിക്കുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം അയാൾ കഴിക്കുകയാണെങ്കിലോ നമുക്ക് സ്വാഭാവികമായിട്ട് മോഹം ഉണ്ടാവും. അപ്പൊ വിഷയങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളിൽ അത് ആഗ്രഹമുണ്ടാക്കുന്നു. അതുകൊണ്ട് അത് ആപൽക്കരമാണ്. അപ്പൊ ശാശ്വതമായിട്ടുള്ള ആനന്ദം, സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പൊ ഈ വിഷയചിന്തകൾ വരാതിരിക്കുവാൻ, ഈ സംസാരത്തിൽ കിടന്നിങ്ങനെ പരിശ്രമം ചെയ്യാതിരിക്കണമെങ്കിൽ, കഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഏകനായിട്ട് ചരിക്കുക, ഏകനായിട്ട് ജീവിക്കുക. അതുകൊണ്ട് ദേവന്മാരെ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല വിവാഹത്തിന്. നാസ്തി യദ്യപി മേ കാചിൽ വിവാഹകരണേ രുചി വിവാഹയിഷ്യേഗിരിജാം പുത്രോത്പാദന ഹേതവേ ഗച്ഛത സുഗൃഹാണ്യേവ നിർഭയാ സകലാസുര. പക്ഷെ ഒടുവിൽ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അല്ലെ, ഒരു ശിവപുത്രൻ ഉണ്ടാവണം എന്നാണല്ലോ നിങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ഞാൻ ആ ഗിരിജയെ, പാർവതിയെ സ്വീകരിക്കാം, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ദേവന്മാരെയൊക്കെ അവിടുന്ന് മടക്കി അയച്ചത്. തപസ് ചെയ്യുന്നതായിട്ടുള്ള പാർവതി ദേവിയെ ഭഗവാൻ അനുഗ്രഹിക്കണം, ദർശനം നൽകണം, പാണിഗ്രഹണം ചെയ്യണം എന്ന ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. ആദ്യം അവരെ നിരുത്സാഹപ്പെടുത്തി മടക്കി അയക്കാനാണ് ഭഗവാൻ ശ്രമിച്ചതെങ്കിലും ഒടുവിൽ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോയിക്കോളൂ, ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് അവരെല്ലാം അവിടുന്ന് പിരിഞ്ഞു പോയത്. പക്ഷേ പെട്ടെന്ന് തന്നെ പാർവതിയുടെ മുന്നിൽ ദർശനം നൽകാനോ ഒന്നും അപ്പോഴും ഭഗവാൻ തയ്യാറാവുന്നില്ല. ഒന്ന് പരീക്ഷിച്ചിട്ട് വേണം. അപ്പൊ എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടത്? ആദ്യം തന്നെ മഹാദേവൻ എന്ത് ചെയ്തു? സപ്തർഷികളെ വരുത്തിയെന്നാണ്. സപ്തർഷികളെ വരാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ സപ്തർഷികൾ എല്ലാവരും ഭഗവാന്റെ മുന്നിലെത്തി. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ ഗൗരീ ശിഖരത്തിൽ പാർവതി തപസ് ചെയ്യുന്ന ആ തപോവനത്തിലെത്തണം. എന്നിട്ട് പാർവതിയെ ഈ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ വേണം? എന്തൊക്കെയാണോ എൻ്റെ ന്യൂനതകൾ, ഇവിടെ മഹാദേവൻ തന്നെയാണ് പറയണത്, ശിവന്റെ ന്യൂനതകളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുക. എന്നിട്ട് പാർവതിയോട് പറയുക, എന്തിനാണ് ഇത്രയും നല്ല സൗന്ദര്യമുള്ള പാർവതി ഇങ്ങനൊരു അമംഗള വപുവായിട്ടുള്ള, എല്ലാ അമംഗളങ്ങളും ധരിച്ചിരിക്കുന്ന ആ ശിവനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച്, സപ്തർഷികൾ എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. അങ്ങനെ ഉള്ള മഹാത്മാക്കൾ പറയുമ്പോൾ അത് വെറുതെ ആവില്ല. തീർച്ചയായിട്ടും പാർവതിയുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ പാർവതി എന്താണ് നിശ്ചയിക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പരീക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി സപ്തർഷികളെ പാർവതിയുടെ അടുത്തേക്ക് അയച്ചു. പാർവതി ദേവി ഈ സപ്തർഷികൾ വന്ന സമയത്ത് വേഗം സ്വീകരിച്ചു, ഉപചാരങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, യാതൊന്നും അറിയാത്തവരെ പോലെ ചോദിക്കുകയാണ്,
ശൃണു ശൈലസുതേ ദേവി കിമർത്ഥം തപ്യതേ തപ. ആ ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ഹേ പാർവതി, എന്തിനാണ് തപസ് ചെയ്യണത്? എന്താ തപസ്സിൻ്റെ ഉദ്ദേശം? അപ്പോൾ പാർവതി പറഞ്ഞു, ഞാൻ ശിവഭജനം ചെയ്യുകയാണ്, ആ ശിവപരമേശ്വരനെ പതിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ ചോദിച്ചു, ഇത്രയും കാലമായിട്ടും ആ ശിവൻ പാർവതിക്ക് ദർശനം തന്നുവോ? ഇല്ല. ആരാണ് പാർവതിയെ ഈ തപസ്സിനായിട്ട് പ്രേരിപ്പിച്ചത്? ആരാണ് ഉപദേശിച്ചത്? അപ്പോൾ എനിക്ക് മന്ത്രദീക്ഷ തന്നതും തപസ് ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചതും ശ്രീനാരദ മഹർഷിയാണ്. അപ്പോൾ ഈ സപ്തർഷികൾ പറയുകയാണ്, നാരദ കൂടവാദീജ പരചിത്ത പ്രബന്ധക തസ്യ വാർത്താശ്രവണതോ ഹാനിർഭവതി സർവഥ. ഈ നാരദനെ കുറിച്ച് പാർവതിക്ക് വേണ്ടതുപോലെ അറിയില്ല. എത്രയോ പേരെയാണ് നാരദൻ ഇങ്ങനെ അബദ്ധം ഉപദേശിച്ചിട്ട് അപകടത്തിൽപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ഒരുപാട് വേണമെങ്കിൽ പാർവതിയുടെ മുന്നിൽ ഉദാഹരണങ്ങൾ പറയാം. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷൻ, അതുപോലെ തന്നെ പ്രഹ്ലാദൻ, ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ. പാപം ആ പ്രഹ്ലാദൻ നാരദന്റെ ഉപദേശം കേട്ടിട്ടാണ് വിഷ്ണു ഭജനം ചെയ്തു. ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ഹിരണ്യകശിപുവിൽ നിന്ന് തന്നെ ഒരുപാട് ദ്രോഹം ഏറ്റുവാങ്ങേണ്ടി വന്നു ആ പ്രഹ്ലാദന്. അങ്ങനെ എത്രയോ വേണമെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാം. ആരെങ്കിലും ശിവനെ ഭജിക്കുമോ എന്നാണ്. എന്താണ് ശിവനൊരു മഹിമയുള്ളത്? ഒന്നാമത് അദ്ദേഹം ഒരു ഉദാസീനനാണ്, നിർവികാരിയാണ്. കാമദേവനെ പോലും ഭസ്മമാക്കിയ ആളാണ്. അമംഗളവൃദ്ധാരി, ഒരു മംഗളം ആയിട്ടുള്ള, നമുക്ക് കണ്ടാൽ തന്നെ ഒരു തൃപ്തി തോന്നുന്ന, സന്തോഷം തോന്നിപ്പിക്കുന്ന ഒന്നും ആ ഭഗവാന്റെ അടുത്തില്ല, ആ ശിവന്റെ അടുത്തില്ല എന്നാണ്. ഉന്മാദം ബാധിച്ചവനെ പോലെ, ചില സമയത്ത് മത്തനെ പോലെയൊക്കെ സഞ്ചരിക്കും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ, സപ്തർഷികൾ പറയുകയാണ്, ഞങ്ങളുടെ അഭിപ്രായത്തിൽ പാർവതിയുടെ സൗന്ദര്യം അനുസരിച്ച് പാർവതിക്ക് അനുയോജ്യനായിട്ടുള്ള ആള് മഹാവിഷ്ണുവാണ്. എത്ര ഭംഗിയാ കാണാൻ. നല്ല പീതാംബര പട്ടൊക്കെ ധരിച്ച്, വനമാലയൊക്കെ ചാർത്തി, നല്ല സുഗന്ധമുള്ള ഗോപീചന്ദനം ഒക്കെ ധരിച്ച്. അപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ മഹാവിഷ്ണുവിനെ ആയിരുന്നു ആ പാർവതി ഭജിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. എന്തിനാണ് ഈ ശിവനെ ഭജിക്കുന്നത്? യാതൊരു തരത്തിലും നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല എന്നാണ്. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഇരിക്കുമ്പോൾ കാണുന്നവർക്കും ഒരു യോജിപ്പ് തോന്നണമല്ലോ എന്ന്. അതുകൊണ്ടാണ് ചേരുംപടിയെ ചേർക്കാവുള്ളൂ എന്ന് പറയാനുണ്ട്. ഭാഗവതത്തിലൊക്കെ പറയും, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയാനുണ്ട്, ദശമസ്കന്ധത്തിൽ കാണാം. ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചില കാര്യങ്ങളിൽ ഒരു ചേർച്ചയുണ്ടാവണം എന്നാണ്. ബന്ധുബലം, സൗന്ദര്യം, വിദ്യ, ധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചേരുന്നവർ തമ്മിൽ, സമാനതകൾ ഉള്ളവർ തമ്മിലേ വിവാഹബന്ധത്തിൽ ഏർപ്പെടാവൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് ശിഥിലമായി പോകുന്നതാണ്. ആ ബന്ധം ദീർഘകാലം നിലനിൽക്കില്ല, ശിഥിലമായി പോകും. ശിവോ ബ്രഹ്മവികാരസ ഭക്തഹേതോ ധൃതാകൃതി അത പരമഹംസാനാം ധാര്യതേ സുപ്രിയാഗതി അവധൂതസ്വരൂപേണ പരാനന്ദേന ശംഭുന. നിങ്ങൾ തമ്മിൽ യാതൊരു യോജിപ്പുമില്ല, പിന്നെ എന്തിനാണ് ആ ശിവനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർവതിയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. ഇവർ ഉപദേശങ്ങൾ കൊടുത്തു നോക്കി. അപ്പൊ അവരോടായിട്ട് പാർവതി ദേവി അവരോട് കുത്തുവാക്കുകളൊന്നും പറയാൻ പാടില്ല, താപസന്മാരാണ്, സപ്തർഷികളാണ്. അപ്പൊ തൻ്റെ തീരുമാനം എന്താണ്, നിശ്ചയം എന്താണ്, അത്
ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. ഒരു ശപഥം പോലെ, ഒരു പ്രതിജ്ഞ പോലെയാണ് അവിടെ പാർവതി ദേവി പറഞ്ഞത്. ഉദയതി യതി രവി ഭാനു പശ്ചിമേ ദിഗ്വിഭാവേ പ്രചലതി യതി മേരു ശീതതാമി യാതിവന്നി വികസതി യതി പത്മം പർവ്വതാഗ്രേ ശിലായാം നഹി ചലതി ഹഠോമേ സത്യമേതൽ ബ്രവീമി. പ്രതിജ്ഞ ചെയ്യുമല്ലോ, ശപഥം ചെയ്യുമല്ലോ. കുട്ടികളൊക്കെ ചിലപ്പോൾ അച്ഛനമ്മമാരോട് പറയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അയാളെ അല്ലാതെ വേറൊരാളെയും സ്വീകരിക്കില്ല. യൗവനത്തിൽ, കൗമാരത്തിൽ തോന്നുന്ന ഒരു ഭ്രമം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. ലോകം മുഴുവൻ എതിർത്താലും അവരങ്ങനെയൊക്കെ പറയും. ഇവിടെ അതേപോലെ പാർവതി ദേവിയുടെ ഉറച്ച തീരുമാനമാണ്, നാളെ സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും, നമ്മളെന്നും എത്രയോ കാലമായിട്ട് കാണുന്നു സൂര്യൻ എവിടെയാണ് ഉദിക്കണത്? കിഴക്കാണ്. ഇന്ന് വരെ പടിഞ്ഞാറ് ഉദിച്ച് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചാലും, മേരുപർവ്വതം ചലിച്ചാലും, നാളെ മുതൽ അഗ്നിക്ക് തണുപ്പാണ് എങ്കിലും, അഗ്നിക്ക് എവിടെയാണെങ്കിലും ചൂടാണ്. പക്ഷെ ഇനി അത് മറിച്ച് സംഭവിച്ചു കൂടാന്നില്ല. അഗ്നിക്ക് തണുപ്പാണെങ്കിലും എൻ്റെ ഈ തീരുമാനം മാറ്റമില്ല. ഞാൻ ശ്രീ പരമേശ്വരനെ അല്ലാതെ മറ്റൊരാളെയും പതിയായി സ്വീകരിക്കില്ല. ഈ ഒരു പാർവതിയുടെ ഉറച്ച തീരുമാനമാണ്, ദൃഢനിശ്ചയം ആണ് എന്ന് മനസ്സിലാക്കിയ സപ്തർഷികൾ മടങ്ങിപ്പോയി ഭഗവാന്റെ അടുത്ത്, മഹാദേവന്റെ അടുത്ത് ചെന്നു പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞുവെങ്കിലും പാർവതിയുടെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല. ശരി, അവരെ പറഞ്ഞയച്ചു. ഭഗവാൻ തന്നെ ഒരു വൈഷ്ണവ ഭക്തന്റെ വേഷം സ്വീകരിച്ചു എന്നാണ്. മഹാദേവൻ തന്നെ ഒരു വൈഷ്ണവ ബ്രഹ്മചാരി വേഷം സ്വീകരിച്ചു. അതിന് കാരണമുണ്ട്. ഈ ഹിമവാൻ വലിയ വിഷ്ണു ഭക്തനാണ്. അപ്പോൾ പാർവതി ദേവിക്കും കുട്ടിക്കാലം മുതലേ ധാരാളം വിഷ്ണു ഭക്തന്മാരെ കണ്ടും പരിചരിച്ചുമൊക്കെ ഒരു ശീലമുണ്ട്. അപ്പോൾ ഒരു വൈഷ്ണവ ബ്രഹ്മചാരിയായിട്ട് തുളസിമാലയൊക്കെ ധരിച്ച്, ഗോപീചന്ദനം ധരിച്ച്, ശിവാരാധന ചെയ്യണവർ ഭസ്മം ധരിക്കുന്നത് പോലെയാണ് വൈഷ്ണവന്മാർ ഗോപീചന്ദനം ധരിക്കും. വൃന്ദാവനത്തിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ധാരാളം വൈഷ്ണവരെ കാണാം. അവർ ധരിക്കണത് ഗോപീചന്ദനമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷ്ണു ഭക്തനായിട്ട്, വൈഷ്ണവ ബ്രഹ്മചാരിയായിട്ട് മഹാദേവൻ വേഷപ്രച്ഛന്നനായിട്ട് നേരെ ഈ പാർവതി തപസ് ചെയ്യുന്ന ഗൗരീ ശിഖരത്തിലേക്ക് വരികയാണ്. അപ്പോൾ തൻ്റെ ആ ആശ്രമത്തിലേക്ക് വരുന്ന ഈ ബ്രഹ്മചാരിയെ കണ്ടപ്പോൾ ആരാണെന്നൊന്നും മനസ്സിലായില്ല. വേഗം എഴുന്നേറ്റു, പാർവതി സ്വീകരിച്ചു, ഉപചാരങ്ങളെല്ലാം ചെയ്തു. ഇവിടെ ആ ബ്രഹ്മചാരി ചോദിക്കുകയാണ് പാർവതിയോട്, കാത്തും കസ്യാസി തനയ കിമർത്ഥം വിജനേവനെ, ഭവതി ആരുടെ പുത്രിയാണ്? എന്തിനാണ് ഈ വനത്തിൽ ഏകാന്തത്തിലിരിക്കുന്നത്? കണ്ടു കഴിഞ്ഞാൽ തപസ് ചെയ്യുന്നത് പോലെ തപോവേഷമൊക്കെ ധരിച്ചിട്ടാണല്ലോ. എന്തിനാണ് ഇത്രയും സൗന്ദര്യമുള്ള നിങ്ങൾ ഈ യൗവനകാലം തപസ് ചെയ്ത് കഴിച്ചു കൂട്ടുന്നത്? അപ്പോൾ പാർവതി വേഗം തന്നെ പറഞ്ഞു, ഞാൻ ഹിമവാന്റെ പുത്രിയാണ്, ശിവഭജനം ചെയ്യുകയാണ്, ആ ഭഗവാൻ എന്നെ പാണിഗ്രഹണം ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി ശിവഭജനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഈ ബ്രഹ്മചാരി വേഷത്തിൽ വന്ന ഭഗവാൻ പാർവതിയോട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. കഷ്ടം, എന്തിനാണ് പാർവതി ആ ശിവനെ ഭജിക്കുന്നത്? ഇവിടെ ആരാ പറയണത്? ശിവൻ തന്നെയാണ്. ശരിക്കും അവനവനെ തന്നെ നിന്ദിച്ചുകൊണ്ട് പറയുകയാണ്. അവനവനെ നിന്ദിക്കുന്നത് ദോഷമല്ല എന്നാണ്. നമ്മൾ മറ്റൊരാളെ നിന്ദിക്കുമ്പോഴാണ്, പരനിന്ദ ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷമാണ്, അത് പാപമാണ്. പക്ഷെ അവനവനെ തന്നെ നിന്ദിച്ചു കഴിഞ്ഞാൽ അത് ദോഷമല്ല. അപ്പൊ ഇവിടെ ഭഗവാൻ തന്നെ ആ തൻ്റെ ദോഷങ്ങൾ പറയുകയാണ്. എനിക്കറിയാം ശിവനെ എന്നാണ്. വൃഷധ്വജോ മഹാദേവോ ഭസ്മദിഗ്ധോ ജടാധര. വാഹനമായിട്ടുള്ളത് കാളയാണ്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വേറെ ആർക്കെങ്കിലും? ഇന്ദ്രൻ ഐരാവതം, മഹാവിഷ്ണുവിന് ഗരുഡൻ, കാർത്തികേയന് മയില്. പക്ഷേ ഈ ശിവന് മാത്രം ഒരു മുതുക്കൻ കാള, ഒരു കാളയാണ് വാഹനം. ശരീരം മുഴുവനും ഭസ്മം ധരിച്ച്, ജട ധരിച്ച്, പുലിത്തോലും ആനത്തോലും ഒക്കെയാണ്, രണ്ടും ധരിക്കുന്ന.
ഒന്ന് ഉത്തരീയമായിട്ട്, മറ്റൊന്ന് ഉടുക്കും. രണ്ടും കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് അറപ്പ് തോന്നുന്നത്, വെറുപ്പ് തോന്നുന്നത്. രക്തം ഇറ്റിറ്റു വീഴുന്ന തോലൊക്കെ ആയിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. കപാലധാരി, കയ്യിലൊരു തലയോട് പിടിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ വിഷമുള്ള സർപ്പങ്ങളൊക്കെ ആഭരണമായിട്ട് ധരിച്ചിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ ദിഗംബരനാണ്, ദിക്കിനെ അമ്പരമാക്കുക എന്ന് വെച്ചാൽ വസ്ത്രമില്ലാതെ സഞ്ചരിക്കുക, ദിഗംബരനായിട്ട് സഞ്ചരിക്കും. ഇങ്ങനെയുള്ള ഒരാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആഗ്രഹിക്കുമെന്ന്, ജടയൊക്കെ പിടിച്ച തലമുടിയായിട്ട്. ഇന്നിപ്പോ ജടയില്ലാന്നേ ഉള്ളൂ, ആൺകുട്ടികളുടെ മുടി കണ്ടാൽ ആകെ നമുക്ക് സംഭ്രമമാവും. പിന്നീന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് പെണ്ണാണോ ആണാണോ എന്ന് തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു, പുരുഷന്മാരും മുടിയൊക്കെ വളർത്തിയിരുന്നു. പിന്നെ മാറി മാറി പുരുഷന്മാരത് മുടി മുറിച്ചിട്ടൊക്കെയുള്ള ഒരു ശൈലിയായി. ഇപ്പൊ വീണ്ടും തിരിച്ചു വരികയാണ്. ആൺകുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മര്യാദക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കച്ചിത്തുറ് പോലെ, വൈക്കോൽ തുറ് പോലെയുള്ള മുടി, അതിൻ്റെ മുകളിൽ എന്തെല്ലാം പണി ചെയ്തിട്ടാണ്. അല്ല, അതൊക്കെ കാലം മാറുമ്പോൾ സംഭവിക്കണതാണ്, നമ്മളതിനെ വിമർശിക്കാനൊന്നും നിൽക്കണ്ട, അവരുടെ ഇഷ്ടം. അപ്പൊ ഈ ജടയൊക്കെ പിടിച്ച തലമുടിയായിട്ട് ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് അയാളെ കല്യാണം കഴിക്കണം എന്ന് തോന്നുക? അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഈ ജടയൊക്കെ ധരിച്ച്, ഈ ഭസ്മം ധരിച്ച്, അസ്ഥിമാലകൾ ധരിച്ച്, സർപ്പങ്ങളെ ആഭരണമാക്കിയ ഒരാളെ എങ്ങനെയാണ് പാർവതി ഇഷ്ടപ്പെടാൻ പറ്റുക? ഇനി നിങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നമ്മളൊക്കെ അന്ന് ഫോട്ടോയൊന്നുമില്ല, അങ്ങനെ ചോദിച്ചൊന്നുമില്ല കേട്ടോ. ഇനി ശിവപുരാണത്തിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കരുത്, അങ്ങനെയൊന്നുമല്ല, അത് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തിയിട്ടൊരു ചിത്രം എങ്ങനെ ഉണ്ടാവും? നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. പാർവതി ധരിക്കണത് ചന്ദനമാണ്, ചന്ദനം ച ത്വദീയാംഗേ. അപ്പൊ തൊട്ട് ചേർന്ന് നിൽക്കണ ശിവൻ ധരിക്കണതോ ചിതാഭസ്മം, ശ്മശാനത്തിൽ നിന്ന് എടുക്കുന്ന ചാരം, ഭസ്മമാണ്. പാർവതി ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് പട്ടുവസ്ത്രം ധരിച്ചു നിൽക്കുമ്പോൾ മറുഭാഗത്ത് ശിവൻ ധരിക്കുന്നത് സർപ്പങ്ങളെ ആഭരണമാക്കി ഈ വ്യാഘ്രചർമ്മം ഒക്കെ ധരിച്ചുകൊണ്ടാണ്. പാർവതി നൃത്തം ചെയ്യുമ്പോൾ മൃദംഗം തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങളാണ് അകമ്പടി സേവിക്കുന്നത് എങ്കിൽ ആ ശിവന്റെ താണ്ഡവ നൃത്ത സമയത്ത് ഡമരു പോലെയുള്ള വാദ്യങ്ങളാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചേർച്ചയുമില്ല. അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി, അതാണ് ഏറ്റവും രസകരമായ സംഗതി. നമ്മൾ മാതൃകാ ദമ്പതിമാരായിട്ട് പാർവതി പരമേശ്വരന്മാരെ പറയുമ്പോഴും അവിടെ എല്ലാം എടുത്തു നോക്കിക്കോളൂ. വാഹനം, അതുപോലെ ആഭരണങ്ങൾ, ഇതൊക്കെ എടുത്തു നോക്കിക്കോളൂ, ഒന്നും തമ്മിൽ ചേരില്ല. പാർവതി ദേവിക്ക് സിംഹത്തിനെ വാഹനാക്കുമ്പോൾ മറുഭാഗത്ത് കാളയാണ്, വൃഷഭമാണ് വാഹനം. ഇങ്ങനെ എല്ലാം വൈരുദ്ധ്യം നിറഞ്ഞതാണ്, വിരുദ്ധമായതാണ്. എന്നാലും അവര് മാതൃകാ ദമ്പതിമാരായിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ മുൻപിൽ ചിത്രീകരിച്ചു തരുന്നു എന്നാണ്. നമ്മളുടെയും ജീവിതത്തിൽ ദാമ്പത്യത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പിന്, ദാമ്പത്യ ഭദ്രതയ്ക്ക് നമുക്ക് ഉപദേശിച്ചു തന്നു, നമ്മളോട് പറഞ്ഞു ആരെ ഭജിക്കണം എന്നാണ്. ദാമ്പത്യ ജീവിതം സുഗമമാവാൻ ഉമാമഹേശ്വരന്മാരെ ഭജിക്കൂ എന്ന് ഉപദേശിച്ചു തന്നു. അപ്പൊ ഇവിടെ ഇതെല്ലാം പറഞ്ഞ് ശിവനിന്ദയെ തന്നെ ചെയ്തുകൊണ്ട് ആ ശിവൻ തന്നെയാണ് വൈഷ്ണവ ബ്രഹ്മചാരിയായിട്ട് പാർവതി ദേവിയെ നിരുത്സാഹപ്പെടുത്തുന്നത്. കഷ്ടമുണ്ട്, സ്വർണം കയ്യിലുണ്ടായിട്ട് ആ സ്വർണം ഉപേക്ഷിച്ചിട്ട് എനിക്ക് കാക്കപ്പൊന്നു മതി എന്ന് പറയുന്നത് പോലെയാണ്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യന്റെ പ്രകാശം എനിക്ക് വേണ്ട, എനിക്ക് മിന്നാമിനുങ്ങിന്റെ വെളിച്ചം മതി എന്ന് പറയുന്നത് പോലെയാണ് പാർവതി. നല്ല ചന്ദനം, നല്ല സുഗന്ധമുള്ള ചന്ദനം കയ്യിലുണ്ടായിട്ടും എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് ചെളി വാരി ദേഹത്ത് ധരിക്കുന്നത് പോലെയാണ് പാർവതി ഈ ശിവനെ സ്വീകരിക്കുന്നത്. നല്ല പട്ടുവസ്ത്രം കയ്യിലുണ്ടായിട്ടും എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് ഈ ചർമ്മം അല്ലെങ്കിൽ മരവുരിയൊക്കെ ധരിക്കുന്നത് പോലെയാണ് പാർവതി ശിവനെ സ്വീകരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്ത് യോജിപ്പാണുള്ളത്? ഒരു തരത്തിലും യോജിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശിവനിന്ദ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാർവതി ദേവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പാർവതി പറയുകയാണ്,
ഞാൻ ഇത്രയും സമയം താങ്കളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നിൽക്കാൻ കാരണം താങ്കൾ ഒരു ബ്രഹ്മചാരിയാണ്, ഒരു വിഷ്ണു ഭക്തനാണ് എന്ന് ധരിച്ചുകൊണ്ടാണ്. ആരെങ്കിലും ഈശ്വരനിന്ദ ചെയ്യുന്നത് കേട്ടാൽ എന്തു വേണം? യോ വൈഷ്ണോതി തന്നിന്ദാം പാപഭാക്സ ഭവേദിഹ. കേൾക്കുന്നവന്, ഈശ്വരനിന്ദയെ കേൾക്കുന്നവനും പാപം ബാധിക്കുന്നതാണ്. അത് കേട്ടുകൊണ്ട് നിൽക്കരുത് എന്നാണ്. അങ്ങനെ ആരെങ്കിലും ശിവനിന്ദ ചെയ്യുന്നത് കേട്ടാൽ അവനെ നിഗ്രഹിക്കണം, വധിക്കണം. അല്ലെങ്കിലോ നമുക്ക് വധിക്കാൻ പറ്റില്ല, അയാളെ നിഗ്രഹിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ് എങ്കിൽ എന്ത് വേണം? അവിടുന്ന് പൊയ്ക്കോളുക വേഗം. അതിനും പറ്റിയില്ലെങ്കിലോ താൻ തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചുകൊള്ളുക. ഞാനും ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജ്വലിക്കുന്ന അഗ്നിയെ ചേർത്ത് വെച്ചുകൊണ്ട് ആ പാർവതീദേവി അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങവേ ആ അഗ്നിയിലേക്ക് എടുത്തു ചാടാൻ ഭാവിക്കുന്നു. അപ്പോഴാണ് വേഗം ഭഗവാൻ എന്തായി? സ്വരൂപ ദർശനം കൊടുത്തു എന്നാണ്. ആ വൈഷ്ണവ ബ്രഹ്മചാരിയുടെ ആ രൂപത്തെ അവിടെ അങ്ങോട്ട് മറച്ചു, സ്വരൂപ ദർശനം കൊടുത്തു, കൈ പിടിച്ചു എന്നാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് പാർവതീദേവിക്ക് മനസ്സിലായത് ഇത്രയും സമയം തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ശിവനിന്ദയെ ചെയ്തത് ആ ഭഗവാൻ തന്നെയാണ്, ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്നുള്ളത് ബോധ്യമായത്. ഭഗവാൻ പറഞ്ഞു, ത്യജതാംച ത്വയാലജ്ജ മമ പത്നി സനാതനി ഗിരിജേ ത്വം ഹി സദ്ബുദ്ധ്യ വിചാരയ മഹേശ്വരി. ദേവി ദക്ഷപുത്രിയായിട്ട് വന്നു, സതിയായിട്ട് എൻ്റെ പത്നിയായി, എന്നാൽ പിന്നീട് ദേഹം ഉപേക്ഷിച്ചു. വീണ്ടും ഇപ്പോൾ പാർവതിയായിട്ട് വന്നു. എൻ്റെ അടുത്ത് തന്നെ വന്നു ചേരേണ്ടതാണ്, ഒരു സംശയമൊന്നുമില്ല. എൻ്റെ പത്നി തന്നെയാണ്, പിന്നെ എന്താണ് ഇത്ര സംശയിക്കുന്നത്? സർവഥാഹം തവാധീന സ്വകാമ പൂര്യതാം ശിവേ. ഞാൻ ദേവിയെ കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് പാർവതീദേവി പറഞ്ഞു, ഇതിന് ചില ആചരണങ്ങളൊക്കെ ഉണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ വേണം വിവാഹം? എല്ലാവരെയും ക്ഷണിച്ച് ബന്ധുക്കളെയൊക്കെ അറിയിച്ച് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ, ബന്ധുമിത്രാദികളുടെ ആ സാന്നിധ്യത്തിലൊക്കെ വേണ്ടേ. അപ്പം അതുകൊണ്ട് ആദ്യം എൻ്റെ ഗൃഹത്തിൽ വന്ന് എൻ്റെ അച്ഛനോട് അങ്ങ് ചോദിക്കണം എന്നാണ്. പെൺകുട്ടിയെ വിവാഹം കഴിച്ച്, അങ്ങയുടെ പുത്രിയെ എനിക്ക് വിവാഹം കഴിച്ചു തരൂ എന്ന് ആവശ്യപ്പെടണം. അതിനുശേഷം അത് നിശ്ചയിക്കുക, ശുഭമായിട്ടൊരു മുഹൂർത്തം നിശ്ചയിക്കുക, ആ ശുഭമുഹൂർത്തത്തിൽ വിവാഹം ചെയ്യുക, അതൊക്കെയാണ് വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു. അവിടെ പാർവതീദേവിയെ അനുമോദിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അന്തർധാനം ചെയ്യുകയുമാണ്. അങ്ങനെയാണ് ആ ഒരു സന്ദർഭം അവിടെ സമർപ്പിക്കുന്നത്.